ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർ കേസ് ചാനൽ. എന്താ ഈ സൗണ്ട് എവിടെയോ കേട്ട പോലെ ഉണ്ടെന്നാണ് ആലോചിക്കണത് അല്ലേ? ആർ കേസ് ചാനൽ, ഞാൻ രാധയാണ്, രാധാകൃഷ്ണകുമാറാണ്. ഓക്കെ, ഇതെന്താ ഇപ്പോൾ ഈ പ്ലാവിൻ്റെ ചുവട്ടിലൊക്കെ വന്നിരുന്നിട്ട് എന്താ പറയണമെന്നായിരിക്കും അല്ലേ ആലോചിക്കണം. ഞാൻ ഇന്ന് ഈ പ്ലാവിൻ്റെ ഇല കൊണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി ഒരു കുമ്പിളപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത് വേൾഡിലെ നല്ല മധുരമുള്ള J33 പ്ലാവാണ് കേട്ടോ. ഓക്കെ, ഇത് എൻ്റെ ആദ്യത്തെ ലൈവ് വീഡിയോ ആണ്. ഞാൻ വരുന്ന ആദ്യത്തെ ലൈവ് വീഡിയോ ആണ്. വരൂ, വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ കുറച്ച് പ്ലാവിൻ്റെ ഇലയൊക്കെ പറിച്ച് അവിടുന്ന് നമ്മൾ ഇതാ കിച്ചണിലോട്ട് ഇങ്ങനെ കയറിയിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല കാറ്റും ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് ഇതിൽ ഇലയിലൊക്കെ നല്ല പൊടിയും മണ്ണും ഉണ്ട്. സോ അത് മുഴുവൻ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. ഞാനിവിടെ ഒരു 9 ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചിട്ട് വരാം. ഏലക്ക പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചാൽ നന്നായി പൊടിയും. ഒരു 3 പീസ് വെല്ലം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കുക. ഇതിപ്പോൾ വെല്ലപ്പാവൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി അതിനെ ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നത് വെല്ലത്തിൽ ചിലപ്പോൾ കല്ലുണ്ടാവുമോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ ഇവിടെ മോസ്റ്റ്ലി അങ്ങനെയൊന്നും കിട്ടാറില്ല. എന്നാലും ഒന്ന് അരിച്ചെടുക്കുകയാണ്. കല്ലുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ശേഷം കടിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അരിച്ചൊക്കെ മാറ്റി വെച്ച ശേഷം ഞാനിവിടെ 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. ചെറിയ സൈസാണ് കേട്ടോ. ഏത് പഴം വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് അതിനെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് വെക്കുന്നുണ്ട്. പാവൊക്കെ നമ്മൾ വേറെ ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞു. അതിന് ചെറിയ തീയിൽ വേറൊരു പാനിലിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക. അതവിടെ ആവട്ടെ കേട്ടോ. വൈകിട്ട് വേറൊരു പാനിൽ ഞാനൊരു 2 ഉണ്ട ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബട്ടർ ഏകദേശം ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കുക കേട്ടോ. പഴം ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് നല്ലോണം വഴറ്റുക. അതൊക്കെ പഴമൊക്കെ നന്നായി ഒടഞ്ഞ് വഴന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരും കേട്ടോ. പഴമൊക്കെ നെയ്യിൽ കിടന്ന് നല്ലോണം റെഡി ആയിട്ടുണ്ട്. നമ്മളവിടെ പാവ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു നൂൽ പ്രായം അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ. അതൊന്ന് മൂത്ത് വന്നാൽ മതി. അതിലേക്ക് നമ്മളൊരു 1/2 നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പാവൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പഴം വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കൂടി നന്നായി ഇളക്കുക. എല്ലാം നന്നായി മിക്സായി വരുമ്പോൾ അതിലേക്കൊരു 1/2 കപ്പ് ഓട്സ് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ തന്നെ ഇട്ടിരിക്കണം, പൊടിച്ചിട്ടൊന്നുമില്ല. അത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഓട്സ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിന് 1/2 കപ്പ് എക്സ്ട്രാ അരിപ്പൊടി ചേർത്താൽ മതി കേട്ടോ. ഞാനിതിവിടെ 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഓട്സ് വേണ്ടാത്തവർക്ക് 1 കപ്പായിട്ട് അരിപ്പൊടി ചേർക്കുക. അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. ഞാനിതിപ്പോൾ ഇന്ന് 2ഉം ഇടാമെന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് നന്നായി യോജിപ്പിച്ച് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം പോലെ ഉണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടിയോ അല്ലെങ്കിൽ ഓട്സോ ചേർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്ലാവിൻ്റെ ഇല അതുപോലെ നമ്മളൊരു കുമ്പിൾ പോലെ ആക്കുക കേട്ടോ. ഒരു കോൺ പോലെ ആക്കുക. കോൺ പോലെ ആക്കിയിട്ട് അതിലേക്ക് നമ്മളൊരു ചെറിയ ഉരുള മാവ് എടുക്കുക. മാവ് എടുത്തിട്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്ത ശേഷം അതിനെ നമ്മളൊന്ന് പരത്തി ഈവണാക്കി കൊടുക്കുക കേട്ടോ. പ്രസ് ചെയ്തിട്ട് ഒരുപാട് അമർത്തണ്ട, അത് ഉള്ളിൽ വേവേണ്ടതാണ്. ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇലയൊന്ന് മുകളിൽ നിന്ന് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ആവിയിൽ വയ്ക്കാൻ ഉള്ള പാത്രം റെഡിയാക്കി വയ്ക്കുക. അതിന് മുന്നേ അതിലേക്ക് ഇറക്കി വയ്ക്കുക കേട്ടോ. വീണ്ടും അതേപോലെ ഒരു ഇലയെടുത്ത് കോൺ ഷേപ്പാക്കി
ഒരു ഉരുള മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക, ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ജെൻ്റ്ലി പ്രസ് ചെയ്യണം കേട്ടോ, അമർത്തരുത് ഒരുപാട്. എന്നിട്ട് അതിനെ ക്ലോസ് ചെയ്ത് ആവിയിലേക്ക് വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു മെത്തേഡും കൂടി ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ഇലയിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് ആ ഇല ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ അഗൈൻ ആവിയിലേക്ക് വെക്കുക. ഇങ്ങനെയും ചെയ്യുക കേട്ടോ. ഇതപ്പോൾ നമ്മൾ ഓരോന്നായി ഇലയിൽ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കണം കേട്ടോ. അതിനെ ആവിയിൽ വെക്കണം. 10-15 മിനിറ്റ്സ് വെച്ചാൽ മതി, വെന്തതല്ലേ ഓൾറെഡി. സോ നമുക്കൊരു അടിപൊളി കുമ്പിളപ്പം തയ്യാറാണ്. ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. പ്ലാവില ഇല്ലെങ്കിൽ വാഴയിലയിലും ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ മടക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യൂ. ഇപ്പോൾ ഇവിടെ കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ആവിയിൽ വെച്ച പലഹാരം ആയതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓയിലൊന്നും അല്ലല്ലോ. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.